സ്കൂബ ടീം അംഗങ്ങൾ നിൽക്കുന്ന അതേ സ്ഥലത്ത് ഇപ്പോഴും മാലിന്യങ്ങൾ തളം കെട്ടി കിടക്കുകയാണ്. അതിൻ്റെ പുറകുവശത്തെ പുതിയ മാലിന്യങ്ങളൊക്കെയാണ്. അതിനപ്പുറത്തേക്ക് വർഷങ്ങളായി പഴക്കമുള്ള ടണലിനുള്ളിൽ മാലിന്യങ്ങളാണ് അതിനകത്തുള്ളത്. ആ സ്ഥലത്തേക്കാണ് ഈ റോബോട്ടിക് ക്യാമറ ഉപയോഗിച്ച് സാധ്യതകൾ തേടി ഈ റോബോട്ടിക് ക്യാമറ ഒരു മനുഷ്യ ശരീരം കണ്ടു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ശരീരമാണോ അത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള സ്ഥിരീകരിക്കണമെങ്കിൽ അവിടേക്ക് ഒരാൾ തന്നെ, ഒരു മനുഷ്യൻ തന്നെ അവിടേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ ഓക്സിജൻ പ്രശ്നങ്ങളുണ്ട്. 20 മിനിറ്റിലധികം ഈ ടണലിനുള്ളിൽ ഓക്സിജൻ സിലിണ്ടറുകൾ ഘടിപ്പിച്ചാൽ പോലും സ്കൂബ ടീമിന് പോലും പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ 20 മിനിറ്റ് പരിശോധനയ്ക്ക് ശേഷവും അവർക്ക് തിരികെ എത്തേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ വെല്ലുവിളികൾ പലതാണ്. മാത്രമല്ല ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ തുടക്കത്തിൽ റെയിൽവേ കാണിച്ചൊരു നിസ്സഹകരണം, അത് നമുക്ക് എങ്ങനെയായാലും ഇന്ന് റെയിൽവേ പൂർണ്ണമായും അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട്, റൂട്ട് മാപ്പൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം അതൊന്നും ഇന്നലെ ഇവരുടെ റെയിൽവേയുടെ നിസ്സഹകരണത്തിന് നീതീകരണമല്ല. പ്രേക്ഷകർ കാണുന്നത് മനുഷ്യ ശരീരമെന്ന് തോന്നിപ്പിക്കുന്ന ഭാഗം കണ്ടത് ടണൽ മുഖത്ത് നിന്ന് 8 മുതൽ 10 മീറ്റർ ഉള്ളിലാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മനുഷ്യ ശരീരമെന്ന് തോന്നിക്കുന്ന ഒരു ഭാഗം കണ്ടതാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ 26 മണിക്കൂറുകൾക്ക് ശേഷമുള്ള, അല്ലെങ്കിൽ ജോയിയെ കാണാതെ 26 മണിക്കൂറുകൾക്ക് ശേഷമുള്ള ആദ്യ ഒരു പോസിറ്റീവ് പ്രതീക്ഷ ഇതാണ്. പോസിറ്റീവ് എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്നറിയില്ല. ജോയിയുടെ അവസ്ഥ ഏത് അവസ്ഥയിലാണെന്ന് അറിയില്ല. 26 മണിക്കൂർ ഒരു മനുഷ്യൻ ഇത്ര കൊടിയ മാലിന്യത്തിനുള്ളിൽ ഒക്കെ സർവൈവ് ചെയ്യാൻ കഴിയുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ റോബോട്ടിക് ക്യാമറ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ, റോബോട്ടിക് ക്യാമറയിൽ കാണുന്ന ദൃശ്യങ്ങൾ ഇതാണ്. അതാണ് മനുഷ്യ ശരീരമെന്ന് തോന്നിക്കുന്ന ഭാഗം. ടണൽ മുഖത്ത് നിന്ന് 8 മുതൽ 10 മീറ്റർ വരെ ഉള്ളിൽ റോബോട്ടിക് ക്യാമറ ചിത്രീകരിച്ച ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിലൊരു ചലനം പോലെ കാണുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കറിയില്ല. അതിൻ്റെ ശാസ്ത്രീയ വശം നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. എന്ന് പറഞ്ഞാൽ അട്ടിയടുക്കി എന്ന് പറഞ്ഞാൽ പാറ പോലെ ഉറച്ച മാലിന്യ കൂമ്പാരങ്ങളാണ്, ഉപവഴികളാണ്. ആ ഉപവഴികൾ കൂടി ഇറങ്ങിപ്പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതീവ ദുഷ്കരമാണ്. ഏതാണ് മനുഷ്യസാധ്യമല്ലാത്തതിനെ സാധ്യമാക്കുന്നു അവിടെ നമ്മുടെ പ്രിയപ്പെട്ട അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എന്ന് ഉറപ്പായും നിസ്സംശയം പറയാം. ഈ പറയുന്ന സിസ്റ്റമിക് ഫെയിലുവർ ഒരുപാട് അക്കാര്യത്തിൽ പറയാനുണ്ടെങ്കിലും അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ചെയ്യുന്ന ജോലി അത് നിസ്തുലമാണ്, അത് അസാധാരണമാണ്, അത് സമാനതകളില്ലാത്ത ദൗത്യത്തിൽ അവർ ഏർപ്പെടുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കം അക്കാര്യത്തിലില്ല. ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാരലുകൾ ഉണ്ടെങ്കിലും ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. സലീം, നമ്മളൊരു ദൃശ്യം കാണുന്നുണ്ട്. അതിൽ കാല് എന്ന് തോന്നിക്കുന്ന ഒരു ഭാഗം കാണുന്നുണ്ട്. അത് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും പോസിറ്റീവായ ഒരു വശമാണ് എന്ന് പറയാൻ കഴിയുമോ സലീം? ഹാഷ്മി, നമുക്ക് ആ രക്ഷാപ്രവർത്തനത്തിന് പോസിറ്റീവായ വശമാണോ എന്ന് പറയാൻ കഴിയണമെങ്കിൽ ഉറപ്പായും ജോയിയെ നമുക്ക് ജീവനോടുകൂടി തിരികെ എത്തിക്കേണ്ടി വരും. അപ്പോഴും ഈ രക്ഷാപ്രവർത്തനം അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എന്നൊരു സൂചനയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങൾ അത് അങ്ങനെ തന്നെ എങ്കിൽ, അതൊരു മനുഷ്യ ശരീരം തന്നെയെങ്കിൽ അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. പക്ഷെ അപ്പോഴും അവിടേക്ക് എങ്ങനെ എത്തും എന്നുള്ള കാര്യം ഇപ്പോഴും വെല്ലുവിളിയാണ്. കാരണം നേരത്തെ ഹാഷ്മി തന്നെ പറഞ്ഞതുപോലെ തന്നെ അട്ടിയടുക്കി അത്രയും പാറ പോലെ ഉറച്ച വേസ്റ്റാണ് അതിനകത്തുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ഈ ജോയി ഇറങ്ങിയ സ്ഥലത്തെ വേസ്റ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതാണ്. അത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന പേരിൽ വെറുതെ പേരിനെങ്കിലും മാലിന്യങ്ങൾ മാറ്റാറുണ്ട്. അതിനപ്പുറത്തേക്ക് വർഷങ്ങളായി മാറ്റാത്ത റെയിൽവേ പ്രമിസസിനുള്ളിലുള്ള ആ ടണലിലെ 117 മീറ്ററുള്ള ആ ടണലിനുള്ളിൽ എത്രയോ കാലങ്ങളായി കെട്ടിക്കിടക്കുകയാണ് ഈ മാലിന്യങ്ങൾ. അതൊക്കെ കട്ടിപിടിച്ച് സ്ക്യൂബ ടീം അംഗങ്ങൾ ഇന്ന് രാവിലെ അതിനകത്തേക്ക് ഇറങ്ങി സ്ക്യൂബ ടീം അംഗങ്ങൾ പറഞ്ഞത് ഒരു മനുഷ്യൻ അതിന് അകത്തേക്ക് പോലും പോകാൻ കഴിയുന്നില്ല. അത് കല്ല് എന്ന് തോന്നുന്ന നിലയിലാണ് അത്തരത്തിലുള്ള മാലിന്യങ്ങൾ അവിടെ കെട്ടി നിൽക്കുന്നത് എന്നുള്ളതാണ് സ്ക്യൂബ ടീം അംഗങ്ങൾ പറഞ്ഞത്. ആ സ്ഥലത്തേക്കാണ് ഈ റോബോട്ടിക് ക്യാമറയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള റോബോട്ടിക് ക്യാമറ പ്രവർത്തിപ്പിച്ച സംഘത്തിനൊപ്പം ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നു. ഷഫീദ്, ഈ കാണുന്ന ദൃശ്യങ്ങളെ റോബോട്ടിക് ക്യാമറ സംഘം അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹഷ്മിത, എനിക്കിപ്പോൾ എൻ്റെ ഒപ്പം ഇപ്പോൾ ഉള്ളത് ജെൻ റോബോട്ടിക്സിലെ വിദഗ്ധരാണ്. അവർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് വ്യക്തമാക്കും. നമ്മുടെ ഏത് ഘട്ടത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു മനുഷ്യഭാഗമെന്ന് തോന്നലുണ്ടാക്കുന്നതിൽ ഒരു വിഷ്വൽ കണ്ടത്? ഇവിടുത്തെ സ്കൂബ ഡൈവിങ് ഏകദേശം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മൂവ്മെൻറ്റ്സ് കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ യൂണിറ്റ് മാത്രമാണ് സ്കാൻ ചെയ്തിരുന്നത്. ആ ടൈമിലാണ് ഒരു ബോഡി പാർട്ട് ആവുന്ന രീതിയിൽ ഒരു സംഭവം കണ്ടത്. അപ്പോൾ അത് നമ്മൾ NRDF-നും ഫയർഫോഴ്സിനും കൊടുത്തു. അപ്പോൾ അവർ പോയി പരിശോധിച്ച് കൺഫേം ആക്കാന്നുള്ള രീതിയിൽ ഇപ്പോൾ ഓപ്പറേഷൻസ് നടക്കുകയാണ്. സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അത്? റോബോട്ടിക് സംഘത്തിനോട് സംസാരിക്കുകയായിരുന്നു ഷഫീദ് റാവുത്തർ. ഇതിപ്പോൾ പൂർണ്ണമായി സ്ഥിരീകരിക്കുന്നില്ല, പക്ഷേ അതിലുള്ള ശ്രമങ്ങളിലാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാനാവുന്നതിനപ്പുറമുള്ള വെല്ലുവിളികൾ. ഷഫീദ് പറയും. അതായത് ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. അതുവരെയും ഇപ്പോഴും കാണുന്നത് കാണില്ലേ, ഒരു ഒന്നുമില്ല, വാട്ടർ, പിന്നെ അതുകൂടാണ്ട് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൊരു സോളിഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് ഈ ലാസ്റ്റ് നിമിഷം നമ്മൾ കണ്ടത്. അത് ഒരു ശരീരത്തിൻ്റെ പാട്ടുമാതിരി ഫീൽ ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ലിമിറ്റേഷനാണ്. കാരണം വയർ ലെങ്ത്
വേസ്റ്റ് അല്ല, വേസ്റ്റൊക്കെ വേറെ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കലുണ്ട്. ഇതൊരു ഒബ്ജക്റ്റ് ബോഡി പാർട്ടുമാതിരി തന്നെ തോന്നുന്ന സംഭവമാണ്. നമുക്കിത് അങ്ങോട്ടേക്ക് മൂവ്മെന്റ് സാധ്യമാകുന്നുണ്ടോ? ഇനി ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും ലിമിറ്റ് എത്തി, ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ വേറെ ഏതെങ്കിലും മാൻ ഹോൾ കൂടെ എൻട്രി ചെയ്യണം. പക്ഷേ നമ്മുടെ ട്രക്കോ അങ്ങനത്തെ സംഭവങ്ങളോ സ്റ്റേഷനിൽ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നിന്ന് മാക്സിമം ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഏതായാലും ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ റോബോട്ടിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവർ പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗം എന്ന രീതിയിൽ സംശയം തോന്നിയൊരു പാർട്ട്. പക്ഷേ അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അവരുടെ തിരച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. അവരും പറയുന്നത് വേസ്റ്റ് മാത്രമല്ല, മറ്റു ചില എലമെൻ്റ് അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അക്കാര്യത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. ഹാഷ്മി, മനുഷ്യ ശരീരമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഭാഗം കണ്ടത് ടണൽ മുഖത്ത് നിന്ന് 8 മുതൽ 10 മീറ്റർ വരെ ഉള്ളിലാണ്. ഷഫീദ്, അപ്പോൾ ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്ക് രക്ഷാസംഘം എത്തുക എന്നുള്ളത് അതീവ ദുഷ്കരമായ ദൗത്യമാണ്. എന്ന് പറഞ്ഞാൽ ആ റോബോട്ടിക് ക്യാമറയ്ക്ക് പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത വണ്ണം ഉള്ള പ്രതിസന്ധികൾ അവിടെയുണ്ട്. അതിലേക്ക് എങ്ങനെ എത്താൻ കഴിയുമെന്നാണ് ഫയർഫോഴ്സിൻ്റെ ആലോചന. ഷഫീദ്, അഷ്മി, ഇക്കാര്യത്തിൽ 2 പോംവഴി നമ്മുടെ മുൻപിലുണ്ട്. ഒന്ന്, അത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ദൂരമടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഡിറ്റക്ട് ചെയ്ത ഈ ജെൻ റോബോട്ടിക്സ് എന്ന് പറയപ്പെടുന്ന ആ സാങ്കേതിക വിദഗ്ധർ, അത് ഫയർഫോഴ്സിനും സ്ക്യൂബ സംഘത്തിനും NDRF സംഘത്തിനും ഇതിനോടൊപ്പം തന്നെ അവർക്ക് കിട്ടിയ അപ്ഡേറ്റിൻ്റെ ഒരു വിവരം കൈമാറിയിട്ടുണ്ട്. ഇനിയുള്ളത് സ്ക്യൂബ സംഘം അകത്തേക്ക് കടക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ നമ്മൾ ആ കണ്ട ദൃശ്യങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഈ മാലിന്യമടക്കമുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നേരത്തെ ഈ സ്ക്യൂബ ഡൈവ് നടത്തിയ സംഘം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം, അവർക്കതിനകത്ത് ഈ മുന്നോട്ട് പോകുന്നതിലടക്കം ചെറിയ രീതിയിലുള്ള പരിമിതികളുണ്ട്. കാരണം കാര്യമായിട്ടുള്ള ഒരു തടസ്സം അതുമായി ബന്ധപ്പെട്ട് നേരിടുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ സ്ക്യൂബ സംഘം ഏതെങ്കിലും തരത്തിൽ ഇതിനകത്തേക്കൊന്ന് കയറുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം വെച്ചിരുന്ന കാര്യം. ഇപ്പോൾ പൂർണ്ണ അർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയുകയും ചെയ്യാം. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ തുടരുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായി ഇനി ഈ ഒരു മിനിറ്റിൽ കിട്ടേണ്ട ഒരു ക്ലൂ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലിപ്പോൾ വീണ്ടും എൻ്റർ ചെയ്തിരിക്കുന്ന സ്ക്യൂബ സംഘം, ആ സ്ക്യൂബ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്പീൽ അതിനകത്ത് കിട്ടണം. അതായത് അകത്തേക്ക് കയറി അത് ആക്സസ് ചെയ്യാൻ കഴിയണം. അഷ്മി, ഇന്ന് രാവിലെ 2 തരത്തിലുള്ള ഓപ്പറേഷൻ ഇവിടെ നടന്നു. അതിലൊന്ന് ഈ ടണലിൻ്റെ വായ്മുഖം വഴി അവിടുത്തെ മാലിന്യം നീക്കിക്കൊണ്ട് അകത്തേക്ക് കയറാനുള്ള നീക്കം. അത് ഏതാണ്ട് 40 മീറ്റർ വരെ ചെന്നെത്തി. അതിനുശേഷം അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്തത്ര രീതിയിൽ മാലിന്യം അതിനകത്തുണ്ട് എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സ്ക്യൂബ ഡൈവിംഗ് നടത്തിയ ആളുകളുടെ ഇതുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സിൻ്റെ കണ്ടെത്തൽ. പക്ഷേ അതിനുശേഷമാണ് ഇവർ ഈ പ്ലാറ്റ്ഫോം നമ്പർ 3, അതായത് ഈ ടണൽ ഏതാണ്ട് 150 മീറ്ററോളം ഉണ്ട്, അതിൽ പകുതിക്കപ്പുറം എത്തുന്ന ഒരു സ്ഥലത്ത് നിന്ന് പ്ലാറ്റ്ഫോം നമ്പർ 3 സമീപത്തെ മാൻഹോൾ അത് എടുക്കുന്നു. അതിനുശേഷം അവിടേക്ക് ഇറങ്ങി ഒരു തിരച്ചിൽ നടത്തുന്നു. ഏതാണ്ട് ഒരു 30 മീറ്ററോളം അവർ അകത്തേക്ക് കയറി എന്നുള്ളതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിനുശേഷം അവർ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ടണലിൻ്റെ വാമുഖത്തേക്ക് അതുമായി ബന്ധപ്പെട്ടൊരു ഒരു എൻട്രിക്ക് അവർ ശ്രമിച്ചു. പക്ഷേ അവിടെയും കുറച്ച് ദൂരം മാത്രം, 30 മീറ്റർ മാത്രമാണ് കവർ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ആകെ മൊത്തം ഏതാണ്ട് ഒരു 70 മീറ്ററോളം ഈ ടണലിലൂടെ പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ 70 മീറ്ററിലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു തരത്തിലുള്ള സൂചനകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റു ചില സ്ഥലങ്ങൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുക, അല്ലെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ സ്ക്യൂബ സംഘം അടക്കമുള്ള ആളുകൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ ക്യാമറയിലെ പലതരത്തിലുള്ള ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ തിരുവനന്തപുരം ജില്ലാ കളക്ടർ, മേയർ, മന്ത്രിമാരടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അവരിൽ നിന്നടക്കം നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേഷൻ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയും ചെയ്യും. ജിനു, നമുക്ക് ആ ജില്ലാ കളക്ടറുടെ ഒരു പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് തരണം. അദ്ദേഹം കാര്യമായ തിരക്കിലായിരുന്നു അതുമായി ബന്ധപ്പെട്ട്. ഏതായാലും അദ്ദേഹത്തോട് ഒരു അപ്ഡേഷൻ എന്ന രീതിയിൽ ഒരു ചെറിയ ഒരു കാര്യം നമുക്കതുമായി ബന്ധപ്പെട്ട് ശ്രമിക്കാവുന്നതാണ്. കാരണം NDRF സംഘത്തിൻ്റെ അടക്കം പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടത്തുന്നു. പക്ഷേ ഇതിനകത്തൊക്കെ തടസ്സമായി നിന്നത്, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു തടസ്സം, മണിക്കൂറുകളെ തുടരുന്ന തടസ്സം എന്ന് പറയുന്നത് അത് ഈ മാലിന്യ കൂമ്പാരം തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഹാഷ്മി. കാരണം അത്രത്തോളം ഉണ്ടായിരുന്നു, കൂനക്കൂനയായി ഈ മാലിന്യ കൂമ്പാരം കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് വ്യക്തമാക്കിയ ഒരു കാര്യം. ഏതായാലും തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. 26 മണിക്കൂർ പിന്നിടുന്നു. മാരായമുട്ടം സ്വദേശി ജോയിയെ കാണാതായിട്ട്. ജോയിക്ക് എന്ത് സംഭവിച്ചെന്ന് സ്ഥിരീകരിച്ച് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഒരു സർവൈവൽ ചാൻസ് അതിനകത്ത് കുറവാണെന്ന് വളരെ ദുഃഖത്തോടെ നിർഭാഗ്യകരമായി നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. കാരണം അത്രയധികം മാലിന്യമുണ്ടെന്ന് സ്ക്യൂബ ചെയ്ത ആളുകൾ, പ്രത്യേകിച്ച് സ്ക്യൂബ സംഘത്തിലെ 3 പേരിൽ ഒരാൾ പലതരത്തിലുള്ള ഓപ്പറേഷൻ വിജയിച്ച ആളാണ്. അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു മൊമെൻറ്റിന് ഒരു രക്ഷയില്ല എന്നുള്ളതായിരുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കാര്യങ്ങൾ
കാര്യങ്ങൾ ദുഷ്കരമായി മാറിയിട്ടുണ്ട്. പക്ഷേ ശ്രമം ഉപേക്ഷിക്കുന്നില്ല. ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി തന്നെ അക്കാര്യത്തിൽ വിശദീകരിച്ച കാര്യം 24 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള പരിശോധനയ്ക്ക് ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉന്നതരുടെ ഒരു തിരുവനന്തപുരം ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടൊരു പ്രതികരണം. സർ ഒരു മിനിറ്റ് സർ, നമ്മൾ തുടർച്ചയായിട്ട് പരിശോധന നടത്തുകയാണ്. കണ്ടിന്യൂസ്ലി കഴിഞ്ഞപ്പോൾ ഈ ഭാഗം കൂടെ ഫൈനൽ ഈ ഫ്രണ്ട് ഏരിയ കൊണ്ട് നോക്കിയ ശേഷം ബാക്കി ഏരിയ നമ്മുടെ ഫുൾ ഫോക്കസ് അതിൻ്റെ ബാക്കിലേക്കായിരിക്കും. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം 3-4 തവണയാണ് ക്രോസ് ചെക്ക് ചെയ്യുന്നത്. ഹാർഡായിരുന്നു ഈ പരിപാടി. പക്ഷേ 70 മീറ്ററോളം കവർ ചെയ്തു എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. ഇപ്പം നല്ല രീതിയിൽ ഓൾമോസ്റ്റ് നല്ലൊരു പോർഷൻ, മെജോറിറ്റി പോർഷൻ ഇപ്പം കവറായി. ഇനിയിപ്പോൾ ആ ബാക്ക് പോർഷൻ കൂടെ നമ്മൾ കവർ ചെയ്താൽ ഒരുവിധം നമുക്കൊരു ഐഡിയ കിട്ടും നമ്മുടെ ടണലെല്ലാം കവർ ആയിട്ടുണ്ടല്ലോ. തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ നിർണായകമായ മറ്റൊരു വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ഞാൻ മുൻപ് സൂചിപ്പിച്ച വിവരം, ഹഷ്മി 70 മീറ്ററോളം ഇതുമായി ബന്ധപ്പെട്ട് കവർ ചെയ്തിട്ടുണ്ട്. 150 മീറ്ററാണ് ഈ ടണലിൻ്റെ ആകെയുള്ള ദൂരം എന്ന് പറയുന്നത്. അതിൽ 70 മീറ്റർ കവർ ചെയ്ത് അവിടെ ജോയി ഇല്ല എന്ന് ഏതാണ്ടൊരു തരത്തിൽ അത് നമുക്ക് ഒരു സൂചനകൾ മാത്രമാണ് ഹഷ്മി. കാരണം ഈ ടണൽ എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ രീതിയിൽ മാലിന്യമുണ്ട്. ആ മാലിന്യം അടക്കമുള്ള കാര്യങ്ങൾ അത് നീക്കം ചെയ്ത് പോവുക എന്ന് പറയുന്നത് അതൊരു ചെറിയ പ്രവർത്തനമൊന്നുമല്ല. അപ്പോൾ 70 മീറ്റർ കവർ ചെയ്തു എന്ന് പറയുന്നത് തന്നെ അത് വലിയ തരത്തിലുള്ളൊരു പ്രവർത്തനമായി മാറുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്മളോടൊപ്പം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി നമ്മളുടെ പ്രതിനിധി ഹരി സംസാരിക്കുകയായിരുന്നു. ഹരി, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവസരം നൽകുന്ന അപ്ഡേഷൻ എന്താ? അതായത് ഇപ്പോൾ ഈ മാലിന്യം പകഞ്ഞു മാറ്റി അങ്ങോട്ട് എത്തുക എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയാണ്. അത് മാത്രമല്ല ഒരു കട്ടിയുള്ള വസ്തുവാണെന്ന് മാത്രമാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ഒരു മനുഷ്യ ശരീരമാണെന്ന് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെ റോബോട്ടിക്സ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരം ഇപ്പോൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനോട് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. അതിനകത്ത് എന്താ പറയുന്നത്? അതായത് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഇതൊരു മനുഷ്യ ശരീരമാണെന്നുള്ളത് ഔദ്യോഗികമായി ഇതേവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രധാന ടണലിൽ നിന്നും ഏതാണ്ട് അകത്തേക്ക് കയറി വലതുവശത്തേക്ക് ഒരു 20 മീറ്റർ ഉള്ളിലാണ് ഈ വസ്തു കിടക്കുന്നത് എന്നുള്ളതാണ്. അത് അങ്ങോട്ടേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയാണ്. മാലിന്യമുണ്ട്, അതേപോലെ തന്നെ ഇരുട്ട്, അത് തപ്പിത്തടഞ്ഞ് വേണം അങ്ങോട്ടേക്ക് എത്താനുള്ളതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മാലിന്യങ്ങൾ ഇങ്ങനെ അട്ടിയായി കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. വീണ്ടും അവിടെ ഒരു ടീം കൂടി ഇറങ്ങി പരിശോധന നടത്തും എന്നുള്ളതാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പം നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ടത്.